ഗോത്ര ജനതയുടെ ജീവിത കാഴ്ചകൾക്ക് രംഗാവിഷ്കാരം പകർന്നിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം ബി.എഡ് കോളേജിലെ വിദ്യാർത്ഥികൾ. പൂർണ്ണമായും മൊബൈൽ വെളിച്ചത്തിലാണ് നാടകം അവതരിപ്പിച്ചത്. കാണാം. കാടിനൊപ്പം കഴിയുന്ന മനുഷ്യരുടെ ജീവിത നേർക്കാഴ്ചകളാണ് മൊബൈൽ വെളിച്ചത്തിന്റെ മാത്രം സഹായത്താൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. ഗോത്രഭാഷയായ റാവുളയുടെ പദങ്ങളും ശൈലികളും നാടകത്തിൽ ഉപയോഗിച്ചു. ഗോത്രഭാവനയുടെ നിറക്കൂട്ടും ജനതയുടെ ആകുലതകളും മറ്റുള്ളവരുടെ തെറ്റായ ധാരണകളുമെല്ലാം വരച്ചുകാട്ടുന്നതായിരുന്നു നാടകം. കോളേജിലെ നാടക വർക്ക്ഷോപ്പിന്റെ ഭാഗമായാണ് വൈവിധ്യമാർന്ന രീതിയിൽ കവിതയുടെ രംഗാവിഷ്കാരം ഒരുക്കിയത്. ഗോത്ര കവിതകളുടെ പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള ഒരു പ്രദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഗോത്ര ജീവിതവുമായിട്ടും അതോടൊപ്പം തന്നെ കാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജൈവ പ്രകൃതിയാണ് ഇടുക്കി. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇടുക്കി കവിയായിട്ടുള്ള അശോകൻ മറയൂരിൻ്റെ കവിതകളെ ആസ്പദമാക്കിയുള്ള രംഗാവിഷ്കാരമാണ് നടത്തിയത്. ഈ വർഷം സുകുമാരൻ ചാലികത എന്ന് പറയുന്ന ഗോത്ര കവിയുടെ കവിതകളെ ആസ്പദമാക്കിയ ഒരു രംഗാവിഷ്കാരമാണ് നടത്തിയത്. റാവുള ഭാഷയിലാണ്. റാവുള ഭാഷ ഈ ഒരു നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റാവുള ഭാഷയിലുള്ള പാട്ടുകളും സംഭാഷണങ്ങളും ഒക്കെ ഈ നാടകത്തിൽ അണിനിരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ ഗോത്രകവിയായ അശോകൻ മറയൂരിന്റെ കവിതയ്ക്ക് വിദ്യാർത്ഥികൾ രംഗാവിഷ്കാരമൊരുക്കിയിരുന്നു. അധ്യാപന ജീവിതത്തിൽ ഭാഷയുടെയും ആശയവിനിമയത്തിന്റെയും പ്രാധാന്യം പകർന്നു നൽകുന്നതിനായാണ് നാടക വർക്ക്ഷോപ്പുകൾ കോളേജിൽ ഒരുക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.